കൊച്ചിയിലേക്കാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട GCDA അഴിമതിയിലെ വിജിലൻസ് അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. വൻ സുരക്ഷാ വീഴ്ചയുണ്ടായ മൃദംഗനാഥം പരിപാടിക്ക് സ്റ്റേഡിയം അനുവദിച്ചതിലുൾപ്പെടെ വിജിലൻസ് കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല. വിവാദ സ്പോൺസർ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന നവീകരണ ഇടപാടുകളിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നും സമഗ്ര അന്വേഷണമെന്ന ആവശ്യവും ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കൊച്ചി കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അഴിമതി വാർത്തകൾ ഓരോ ദിവസവും മറന്നീക്കി പുറത്തു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്? അശ്വതി, GCDയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ, ക്രമക്കേട് ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. പലതും തെളിവുകൾ സഹിതം ഓരോ ആളുകളും വിജിലൻസിനും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഘട്ടങ്ങളിലൊന്നും സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനോ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്ന അഴിമതിയും ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവരുന്ന ഊർജിതമായൊരു അന്വേഷണത്തിലേക്ക് കടക്കാനോ ഒരു ഘട്ടത്തിലും വിജിലൻസ് ശ്രമിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ വിജിലൻസിന്മേലുള്ള ഒരു പിടുത്തം തന്നെയാണ്, അവരെ നിയന്ത്രിക്കുന്നത് തന്നെയാണ്. നിന്നുകൊണ്ട് അല്ലെങ്കിൽ കൈപ്പിടിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് വിജിലൻസിന് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയം വിവാദ സ്പോൺസർക്ക് നവീകരണത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം സർക്കാരും പാർട്ടിയുമെല്ലാം GCDയെ സംരക്ഷിക്കുന്ന GCDക്ക് പിന്തുണ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെയും സമഗ്രമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. നേരത്തെ രണ്ട് സംഭവങ്ങളായിരുന്നു ഈ അടുത്ത കാലത്ത് ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായത്. അതിലൊന്ന് മൃദംഗനാഥം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട നൃത്ത പരിപാടി സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ പരിപാടിയിലെ സുരക്ഷാ വീഴ്ചയിലായിരുന്നു MLA ആയ ഉമാ തോമസിന് വീണ് ഗുരുതരമായി പരിക്കേറ്റത്. സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കാനിടയായ ഒരു സംഭവമുണ്ടായത്. ഇതിനെ തുടർന്ന് പരാതികൾ വിജിലൻസിന് ലഭിച്ചു. സമഗ്രമായ അന്വേഷണം വേണം. എന്തുകൊണ്ട് മത്സരങ്ങൾ നടക്കുന്ന വേദി ഇത്തരത്തിൽ സ്റ്റേഡിയം ഇങ്ങനെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വിട്ടു നൽകി എന്നത് പരിശോധിക്കണം. കൊച്ചി കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട GCDA അഴിമതിയിലെ വിജിലൻസ് അന്വേഷണങ്ങൾ